അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി. സ്വന്തം പുത്രനെ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അതിപ്രകാരമായിരുന്നു. ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയം ദൈവവചനത്തിൽ വിശ്വസിച്ചു. ആ നിമിഷം ലോകരക്ഷയുടെ കഥ ആരംഭിച്ചു. അക്കാലത്ത് രാജാവിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കാനായി ജോസഫ് ഗർഭിണിയായ മറിയത്തോടുകൂടെ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്ര തുടങ്ങി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. എന്നാൽ തണുത്ത ആ രാത്രിയിൽ വീടുകളൊന്നും ഇടം ലഭിക്കാത്തതിനാൽ ഒടുവിൽ അവർക്ക് ഒരു കാലിത്തൊഴുത്തിൽ തങ്ങേണ്ടി വന്നു. അവിടെ വെച്ച് അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. യൂദയായിലെ ബെത്ലഹേമിൽ മഞ്ഞു പെയ്ത് തണുത്തുറഞ്ഞ ആ മനോഹര രാവിൽ ലോകം കാത്തിരുന്ന ആ അത്ഭുതം നടന്നപ്പോൾ ആകാശത്ത് ഒരു നക്ഷത്രം തെളിഞ്ഞു. അപ്പോൾ മാലാഖമാരുടെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ ദൂതൻ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുത്തെത്തി അവരോട് പറഞ്ഞു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ദൂതൻ അവരെ വിട്ടു പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ആ അത്ഭുതം നമുക്ക് കാണാം. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. അതേസമയം പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ കിഴക്കു കണ്ട നക്ഷത്രത്തെ അനുഗമിച്ച് ജെറുസലേമിലെത്തി. നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങി. അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു. അവർ ഉണ്ണീശോയെ ആരാധിച്ചു. പൊന്നും മീറയും കുന്തിരിക്കവും സമ്മാനമായി നൽകി.
long. What the glass on sides be, which inspire your healthy song. ക്രിസ്മസ് ഒരു ദിനമല്ല, ഒരു അനുഭവമാണ്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, എളിമയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ.